ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബിസിയുള്ള ദിവസമാണ്. കാരണം ഇന്ന് കുറേ കാര്യങ്ങൾ പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ രാവിലെ തന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് വേണം നമുക്ക് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞു. അതേപോലെ തന്നെ ഉച്ചയ്ക്കുള്ളതും ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് പോകുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും ചിക്കൻ ഫ്രൈയോ അതേപോലെ ഗീ റൈസൊക്കെ ഉണ്ടാക്കാനാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ബിസിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഈ രണ്ടുമാണ് കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നും. എനിക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കണേക്കാളും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ എൻ്റെ എല്ലാം ഒരുവിധം കിച്ചണത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആർക്കും ഒട്ടും അധികം ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഏതാണെന്നല്ല, ഉപ്മാവാണ് കേട്ടോ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതധികം ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അർജൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഈ ഉപ്മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളതിനേക്കാളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്മാവാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ എല്ലാം റെഡി ആയിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ രാവിലത്തെ കിച്ചണിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് പുറത്ത് പോകാനായിട്ട് പറ്റും. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുളിയും കൂടെ കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തോട് കൂടിയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടെൻഷൻ, പണികളുണ്ട് എന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം പോകുന്നത് മോളുടെ സ്കൂളിലേക്കാണ് കേട്ടോ. അവളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ നമ്മൾ അതാണ് ആദ്യം പോയിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മോളുടെ സ്കൂളിലേക്ക് പോവാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും പാടങ്ങളാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ നടുവ് കൂടിയാണ് റോഡ് പോകുന്നത് കേട്ടോ. അപ്പം മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് പാടത്തുനിന്നും വെള്ളം കയറിക്കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആവും. പക്ഷേ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ വെള്ളക്കെട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെയിൽവേ ഗേറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരുവിധം ഞങ്ങൾ പോകുന്ന സമയങ്ങളിലൊക്കെ റെയിൽവേ ഗേറ്റ് എപ്പോൾ നോക്കിയാലും അടച്ചിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇന്നിപ്പോൾ എന്തായാലും തുറന്ന് കിടക്കുന്നുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ വരുമ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റിൽ ഒരു 5-10 മിനിറ്റോടെ കിടക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ടൈമും കൂടി കണക്കാക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇന്നെന്തായാലും ഭാഗ്യമുണ്ട്, ഇന്നിപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ കേട്ടോ. ഇതാ നമ്മൾ സ്കൂളിലേക്ക്, അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തി. ഇതാണ് മോള് പഠിക്കുന്ന സ്കൂൾ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്കായിട്ട്. ഇതാണ് മോളുടെ സ്കൂള്. ഇതൊരു ക്രിസ്ത്യൻ സ്കൂളാണ് കേട്ടോ. സിസ്റ്റർമാരൊക്കെ നല്ല ഭംഗിയായിട്ട് ആ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർ നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുന്ന ഒരു സ്കൂളാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ആ കാണുന്നതാണ് കേട്ടോ ഓഫീസ്. അവിടെ പോയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ബ്ലോക്കിലായിരിക്കും ബുക്ക് കൊടുക്കുന്നുണ്ടാവുക. നമുക്ക് ചോദിച്ച് നോക്കാം. എന്നിട്ട് പിന്നെ അപ്പുറത്തെ ബ്ലോക്ക് പോയിട്ട് നമുക്ക് ബുക്കും കൂടി വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ചിലപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും, ഫീസ് അടയ്ക്കാനും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ കിട്ടി. എല്ലാവരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ. അന്ന് നമ്മൾ പോയപ്പോൾ ബാഗും ചെരുപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നോട്ട്ബുക്ക് അന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളന്ന് നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്കൂളിൽ നിന്ന് നമുക്ക് ലീസ്റ്റ് കിട്ടണം, എന്തൊക്കെ നോട്ട്ബുക്കാണ്, എത്രയൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, അതുപോലെ റൂൾഡ് ആണോ അൺറൂൾഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ബുക്ക് തരുമ്പോൾ നമുക്ക് പറയും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ നോട്ട്ബുക്ക് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അന്ന് കുറച്ച് നമ്മൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനായിട്ടുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതും പിന്നെ കുറച്ച് നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പോകേണ്ടത്
യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധാ പോലെ തന്നെ കേട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിശപ്പും ദാഹമൊക്കെ തുടങ്ങായി. അങ്ങനെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് അടുത്തൊരു ഷോപ്പിലേക്ക് പോയി. അങ്ങനെ നമ്മൾ അവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. പ്രത്യേകിച്ച് കഴിക്കാനും കാര്യങ്ങളൊന്നായിട്ട് നമ്മൾ ഓർഡർ ചെയ്തില്ല കേട്ടോ. ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ എല്ലാം വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെച്ചുണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കഴിക്കാനൊന്നായിട്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ജ്യൂസ് കുടിച്ചു. അതിന് ശേഷം ഇനി നമുക്ക് ഇതൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാം. ഇനി എനിക്ക് കുറച്ച് ഇലക്ട്രിക്കലിൻ്റെ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട്. വീട്ടിലത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടാപ്പ് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് വാങ്ങിക്കണം. അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഡ്രൈനേജിൻ്റെ പോകുന്ന ആ ഒരു പൈപ്പ് കേട് വന്നിട്ടുണ്ട്, അത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിഫോം പറ്റിയെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി അടുത്തതായിട്ട് യൂണിഫോം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുക്കാറ്. അവിടെ നിറച്ചും വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടൊരു സ്പേസ് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ യൂണിഫോം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാം. അത് തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ തൽക്കാലം ഇലക്ട്രിക്കൽസിൻ്റെ കുറച്ച് ഐറ്റംസ് എനിക്ക് വാങ്ങിക്കാനുണ്ട്. അതെന്തായാലും ഇപ്പോൾ അർജൻറ്റാണ്, വാങ്ങിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് അത് വാങ്ങിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോവാം. ഇതാട്ടോ, ഞാൻ ഇലക്ട്രിക് ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞ ഒരു ടാപ്പും അതുപോലെ തന്നെ കുറച്ച് പൈപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടായുള്ളൂ. ബാക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബായ്.